ജയരാജന്റെ പ്രതിപ്പേടിക്കിടെ ആവേശഭരിതനായി കുമ്മനം യാത്ര തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ വർഗീയ കൊലപാതകങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഒരുപോലെ കക്ഷിയായ RSSും BJPയും അതീവ ആഹ്ലാദത്തിലാണ്. ജയരാജൻ കുടുങ്ങിയെന്നതുകൊണ്ട് മാത്രമല്ല, കുമ്മേട്ടന്റെ ജാഥ കണ്ണൂരിലെത്തി എന്നതും പ്രധാനമാണല്ലോ. കുമ്മേട്ടന്റെ വിമോചന യാത്ര കേരളത്തെ മതേതരത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതാണത്രേ. ജനതയെ ആകെ സാർവലൗകിക ഹിന്ദു രാഷ്ട്രത്തിലേക്ക് മോചിപ്പിക്കുക. മോചനത്തിന്റെ ഗാഥകളുമായി കാസർഗോട്ട് നിന്നാണല്ലോ യാത്ര ആരംഭിച്ചത്. സംഗതി നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അവിടുത്തുകാരെ കയ്യിലെടുക്കുക എന്നത് പൊതുവെയുള്ള ഒരു BJP ഏർപ്പാടാണ്. കുമ്മേട്ടൻ കാസർഗോട്ട് പോയി കന്നഡ മലയാളത്തിലെഴുതി വായിച്ചു കളഞ്ഞു. കന്നഡക്കാരുടെ വികാരങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിഞ്ഞ് കന്നഡ ഭാഷയെ പൊളിച്ചടുക്കി. ಮಂಜೇಶ್ವರದ ನನ್ನ ನೆಚ್ಚಿನ ಗುರು ಹಿರಿಯರೇ, ಶ್ರದ್ಧೆಯ ತಾಯಂದಿರೇ, ಅಕ್ಕ ತಂಗಿಯಂದಿರೇ, ಅಣ್ಣ ತಮ್ಮಂದಿರೇ, ಸವಿನಯ ನಮಸ್ಕಾರ. ಉತ್ತಮ ಭಾಷೆ ಕನ್ನಡ, ಹೃದಯದ ಭಾಷೆ ಕನ್ನಡ. ಈ ಭಾಷೆಯನ್ನು ಈ ಮಣ್ಣಿನಿಂದ ಕಿತ್ತೆಯ ಸಯಲು BJP ಬಿಡದು. BJP ಬಿಡದು. എന്നാണോ ഞാൻ പോവാ. കാസർഗോഡ് പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞതിൽ, ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കന്നഡ ഭാഷ സംസാരിക്കുന്നവരുടെ വേദന ഞാൻ മനസ്സിലാക്കി. ഈ സർക്കാരിന്റെ നയം ഈ കന്നഡയെ സ്നേഹിക്കുന്നവർ, കന്നഡ ഭാഷ സംസാരിക്കുന്നവർ, അവരെല്ലാം വളരെ അമർഷത്തോടും ദുഃഖത്തോടും പ്രതിഷേധത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് കാണുന്നത്. അവരുടെ വേദനയിൽ ഞാൻ പങ്കുചേരുകയാണ്. ഭാഷാ ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉത്കണ്ഠയുണ്ടെങ്കിൽ അത് പങ്കുവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. വെള്ളരി പ്രാവേ മല്ലയ്യ. ഭാരതീയ ജനതാ പാർട്ടി ആ ജനസമൂഹത്തിന് വേണ്ടി വീറോടുകൂടി വാദിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങളും സഹിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി. മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ അയാൾ കയറി അങ്ങ് വാങ്ങുന്നു. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞ ഇളയച്ചൻ കയറി തടസ്സം നിന്നതുകൊണ്ടാ. മല്ലയ്യയുടെ പിന്നിലും പോലീസും രാഷ്ട്രീയം ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാണ്. ഇളയച്ചൻ പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം. BJP ಬಿಡದು. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. കന്നഡക്കാരുടെ വേദനകൾ തിരിച്ചറിയുന്ന കുമ്മനത്തോടെ സുരേഷ് ഗോപിക്ക് എന്നും ആരാധനയാണ്. സുരേഷ് ഗോപിയുടെ പ്രതിജ്ഞ ഒരു ഇടവേള കഴിഞ്ഞ്. എന്റെ ഹൃദയം തുടിക്കുന്നു, തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.